ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈന്തപ്പഴം നാരങ്ങ അച്ചാറാണ്. അതിന് വേണ്ടത് ഒരു ചെറിയ ശർക്കര, വറ്റൽമുളക്, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, നാരങ്ങ ചൂടുവെള്ളത്തിൽ വാട്ടി വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് ഉലുവ, കടുക്, വിനാഗിരി, നല്ലെണ്ണ, ഉപ്പ്, മുളക്, കായപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇത്രയാണ്. കാശ്മീരി മുളക് പൊടി ഒരു കരണ്ടിയും സാധാ മുളക് പൊടി ഒരു കരണ്ടിയും. പിന്നെ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു അരമണിക്കൂർ മുന്നേ കുറച്ച് വിനാഗിരി ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നല്ലെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. ഇനി കടുകൊന്ന് പൊട്ടി വരണം. പൊടി വേണമെങ്കിലും ഇടാം. ഈ ക്യാമറയിലെ പിടിച്ചേക്കാം. കുറച്ച് ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്ത കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇനി കുറച്ച് പച്ചമുളക്, ഇനി കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും. ഇത് നന്നായിട്ട് ഇളക്കി ഇനി നിർത്തിയ ഇത് ചെറുതായിട്ടൊന്ന് പാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ്, പിന്നെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ്, കാശ്മീരി മുളക് പൊടി, സാധാ മുളക് പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഇതിലുള്ളത്. ഇത് നമുക്ക് ഈ എണ്ണയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പൊടികളൊന്ന് പച്ച മണമൊന്ന് മാറും. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വിനാഗിരി. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചൂടുവെള്ളത്തിയിട്ട് വാട്ടി അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയും ഒരു കഷ്ണം ശർക്കരയും ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ നമ്മൾ വിനാഗിരി ഒഴിച്ച് കുറച്ച് നേരം മാറ്റി വെച്ച ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. നാരങ്ങ അടച്ച് വെച്ച് വേവിക്കും. വെന്തിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും. ഈ ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കും. ഇതിൻ്റെ ചൂടെല്ലാം മാറുമ്പോഴത്തേക്ക് എയർ ടൈറ്റുള്ളൊരു ജാറിലോ അടച്ച് സൂക്ഷിക്കുക. 5 ദിവസം കഴിഞ്ഞ് ഇതെടുക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് അറിയാൻ പറ്റുക. അപ്പോഴേ ഇതിൽ ശർക്കരയും ഈന്തപ്പഴവും നാരങ്ങയും എല്ലാം കൂടെ നല്ല സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.